ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഭക്ഷണത്തിന് ചോറ്, ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് ഒക്കെ ഇപ്പോൾ നമ്മൾ കഴിക്കുമല്ലോ. അതേപോലെ പക്ഷെ എന്നാൽ പൊതുവേ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കില്ലെങ്കിലും കൂടുതൽ 4 മണിക്കോ ഒക്കെയാണല്ലോ കഴിക്കുക. പക്ഷെ ഇത് ഉച്ചയ്ക്ക് അതെ നല്ല പ്രത്യേകിച്ച് അതിന് പറ്റിയൊരു കോമ്പിനേഷൻ ആയിട്ട് ഉള്ള കറിയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കപ്പയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ പറ്റും. അപ്പോൾ കപ്പയും മീൻകറി അതാണ് ഇപ്പം ഇന്ന്. അതിൽ തന്നെ നമ്മൾ മത്തി, കപ്പയും മത്തി മുളകിട്ടതും അതാണ് ഏറ്റവും നല്ല ചർച്ച. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ കപ്പയും മീൻകറിയാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി ഉച്ചഭക്ഷണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാ മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞു, ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇപ്പം നമുക്ക് കപ്പ, പിന്നെ ഇപ്പം കറി വെക്കാനുള്ള ചേരുവകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത് മത്തി ഇന്ന് വളരെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. അതായത് നമ്മൾ 1/4 കിലോ മത്തി, അതായത് 250 ഗ്രാം അത്രേ വാങ്ങിയിട്ടുള്ളൂ. അത് മതി ഞങ്ങൾക്ക്. പിന്നെ മുളകിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം മീൻകറി വെക്കാം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കപ്പ പുഴുങ്ങിയിട്ട് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കറി വെക്കാനുള്ള ചേരുവകൾ ഉള്ളിയും തക്കാളി ഒക്കെ ഇനിയൊക്കെ നുറുക്കിയെടുക്കാം, ഒക്കെ കഴുകിയെടുത്താണ്. ഇനി അത് ചെയ്യാം. ഇന്ന് ഏതായാലും നമ്മൾ കപ്പയും മീൻകറിയാണ് ഇന്നൊരു വെറൈറ്റി ഉച്ചഭക്ഷണം. സാധാരണ വെച്ചാൽ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു 4 മണിയൊക്കെ ആവാൻ നേരത്ത് കപ്പ പുഴുങ്ങി അതിൻ്റെ ഒപ്പമാണ് കഴിക്കൽ. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് തന്നെ അതാക്കി. ഇനി മീൻകറിയിൽ പുളി അത് പിഴിഞ്ഞ് പാരാം. പുളി 2 പ്രാവശ്യം പിഴിഞ്ഞ് പാരാം. നമ്മൾ സാധാരണ പുളിയാണ്. ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ, പുളിയിലിട്ട് വെച്ച് ആ മീൻ. ഇനിയിപ്പോൾ നമുക്ക് പാത്രം വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വഴറ്റിയിട്ടാണ് മുളകിട്ട് കറി വയ്ക്കുന്നത്. പിന്നെ ഉള്ളി അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് നന്നാക്കി വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ തക്കാളി നുറുക്കിയത് അത് ചേർക്കാം. പിന്നെ ഇപ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി അത് ചേർക്കാം. ഇത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്കിതാ മീൻ കഷ്ണങ്ങൾ പിന്നെ പുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്നിച്ച് അതിന് ചേർക്കാം. കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ വഴറ്റിയതൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യത്തിന് കറി ഉണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു വെള്ളം വേണം കപ്പയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊന്നിങ്ങനെ വെന്ത് വരട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ നോക്കാം, വേവ് നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഏതായാലും നമുക്കിത് നോക്കാം. ഇനി കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീൻ പിന്നെ എളുപ്പം വേവുമല്ലോ,
മീൻകറി ഇവിടെ ആയി. നമുക്ക് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിതാ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഴങ്ങ് തന്നെയാണ് കപ്പ. അതൊക്കെ മുറിച്ച് ഇനി അതൊന്ന് പുഴുങ്ങി വെക്കുക വേണ്ടത്. മുറിച്ച് കാരണം കുറച്ച് വലിയ കിഴങ്ങായതുകൊണ്ട് മുറിക്കാൻ അപ്പോൾ ഏതായാലുമൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുറിക്കാം. കുറച്ച് വലുതാണല്ലോ, എന്തായാലും മുറിക്കണം. എന്നാൽ പിന്നെ എളുപ്പം വേവും. നമ്മൾ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം പിന്നെ ഊറ്റിക്കളയാനുള്ളതാണല്ലോ. അപ്പോൾ അത് വേവിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല വേവുന്ന കപ്പ തന്നെയാണിത്, കണ്ടോ? അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, കാരണം ഒന്ന് വേവിച്ചെടുക്കല്ലേ വേണ്ടു. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ മീൻകറിയും കപ്പ പുഴുങ്ങിയതും രണ്ടും ഇവിടെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കാൻ 12 മണിയാവട്ടെ. ഇന്നൊന്നും നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പമുണ്ടല്ലോ, വേറെ ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ നേരത്തെ റെഡിയായി. അപ്പോൾ ഏതായാലും കഴിക്കായി. ഇന്നിപ്പോൾ ഇലയിലാണ് ഭക്ഷണം. അപ്പോൾ ഇല നമുക്ക് കപ്പ കൊടുക്കാം. എനിക്ക് ആദ്യം 2 കൊടുക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിയുമ്പോഴേക്ക് പിന്നെ കൊടുക്കാം. നമ്മളെ മത്തിമുളകിട്ടത് നല്ല രസമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ ഊണിന് പകരം. കപ്പ മീൻകറി നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അമ്മയ്ക്കത് ഇഷ്ടമാണ്, കപ്പയും ഇഷ്ടമാണ്, മീൻകറി. കപ്പയ്ക്ക് മീൻ മുളകിട്ടതാണ് കുറച്ചുകൂടി അവർ ചേർച്ച. അതാണ് ഇപ്പം ഞങ്ങൾ മുളകിട്ട് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. ഇന്നത്തെ നല്ല അടിപൊളി ഉച്ചഭക്ഷണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.